നമ്മളെ ഖുറാമ ഈബിനെ ഒന്ന് അന്വേഷിക്കുക. എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. നമ്മളെ അടുത്ത ബന്ധപ്പെട്ട ഉസ്താദിന്റെ മോനാണ്. അപ്പൊ അവിടെ ജനറൽ ആശുപത്രി ഇതിനു മുമ്പ് സുനിൽ ചന്ദ്രനെതിരെയും അതുപോലെ തന്നെ അനസ്തേഷ്യ ഡോക്ടർക്കെതിരെ ഭയങ്കര കോഴാരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാരും പൈസ വേങ്ങുന്നു. എല്ലാരെയും റൂമിൽ പോയിട്ട് സുനിൽ ചന്ദ്രനും വേങ്ങുന്നു, മറ്റേ അനസ്തേഷ്യ ഡോക്ടറും വേങ്ങുന്നു. ഏകദേശം കൈനോ കയ്യാത്തോടെല്ലാം വേങ്ങുന്നു. ഇതിനെ ശക്തമായിട്ട് ഇതിനെതിരെയാണ് പോരാടുന്നത്. നമസ്കാരം. പ്രമുഖ പണ്ഡിതനായ അഷ്റഫ് സഖാഫിയുടെ ഇളയ മകൻ, അതായത് മൂന്നാമത്തെ മകനായ മുഹമ്മദ് ഇഷാൻ മരണപ്പെട്ട വിവരം ഇതിനകം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. പൊക്കിളിന് ചുറ്റും ചെറുതായി വെള്ളം പൊടിയുന്ന ഒരു രോഗമായിരുന്നു മുഹമ്മദ് ഇയാഷിന് ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെത്തുകയും ഇവിടെ ചികിത്സ തേടുകയും ചെയ്തത്. അന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമായി ഒരു സർജറിയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഇതിനായി ഡോക്ടർ സുനിൽ ചന്ദ്രന്റെയും അനസ്തേഷ്യ ഡോക്ടറിന്റെയും ഡേറ്റുകൾ സംഘടിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് സർജൻ ഡോക്ടറായ സുനിൽ ചന്ദ്രനെ പോയി കാണുകയും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറിന്റെ കൂടി ഡേറ്റ് സംഘടിപ്പിച്ച് തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അഷ്റഫ് സഖാഫി അനസ്തേഷ്യ ഡോക്ടറിന്റെ അരികിലേക്ക് എത്തുന്നു. അദ്ദേഹം 3 മാസം അപ്പുറത്തേക്കുള്ള ഒരു ഡേറ്റ് നൽകുന്നു. അഷ്റഫ് സഖാഫി സ്വാഭാവികമായി മടങ്ങിപ്പോവുകയും ചെയ്തു. കുട്ടി സ്കൂളിലേക്കും മദ്രസകളിലൊക്കെ പോയി കളിച്ച് ചിരിച്ച് ജീവിതം മുന്നേറുന്നുണ്ട്. തുടർന്ന് അഷ്റഫ് സഖാഫി വീണ്ടും അനസ്തേഷ്യ ഡോക്ടറെ കണ്ടെത്തുകയും ഈ സർജറി അല്പം വേഗത്തിലാക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടെന്ന കാര്യങ്ങൾ അഷ്റഫ് സഖാഫിയോട് പറഞ്ഞു. അതായത് കാശ് കൊടുത്താൽ നാളെ തന്നെ സർജറി ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയപ്പോൾ 2000 രൂപ കൈക്കൂലിയായി അദ്ദേഹത്തിന് നൽകേണ്ടി വന്നു. ഓപ്പറേഷൻ ഡേറ്റും കിട്ടി. ഇന്നലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് രാവിലെ 8:30 മണിക്ക് സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റി. തുടർന്ന് 11:30 മണിയോടുകൂടി കുട്ടിയുടെ ജീവൻ പോയ നിലയിലാണ് കുട്ടി തിരിച്ചു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിവരം ശേഖരിക്കാനാണ് മാധ്യമങ്ങൾ ആശുപത്രിയിലേക്ക് എത്തിയത്. സ്വാഭാവികമായി എനിക്കറിയേണ്ട ഒരു വിഷയമുണ്ടായിരുന്നു, ഈ സർജറിക്ക് എന്തെങ്കിലും പണം നൽകേണ്ടി വന്നിട്ടുണ്ടോ എന്ന്. അഷ്റഫ് സഖാഫി കണ്ണിന്ന് വെള്ളമുറ്റി ആ സത്യം പറഞ്ഞു, ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 2000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും മുമ്പെന്നാണ് പറഞ്ഞത്, അല്ലാത്ത സ്വകാര്യമായിട്ടൊന്നും അല്ല പറഞ്ഞത്. ആദ്യം അദ്ദേഹം പറയുന്നതൊന്ന് കേൾക്കാം. അതിന്റെ വോയിസ് ആണ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്, അത് കേൾക്കാം. ചെയ്യേണ്ടതില്ല, അല്പം ചെയ്താൽ മതി. ചെറിയൊരു ബാക്കി ചെയ്യേണ്ടില്ല. സർജറി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ എത്ര ക്ലാസ് തിയേറ്ററിൽ കഴിച്ചു? 8:30 ഇവിടെ 8:30 കൊണ്ട് കഴിച്ചു. ഇന്നലെ വന്ന് 8 ഇന്നലെ രാവിലെ ചന്ദ്രൻ ഇപ്പൊ വാങ്ങുന്നില്ല. അനസ്തേഷ്യക്ക് പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? എത്ര കൊടുത്തിട്ടുണ്ട്? 2000 കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന അഷ്റഫ് എടനീർ പ്രമുഖ സാമൂഹ്യ സേവകനാണ്, മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവാണ്, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉൾക്കൊള്ളുന്ന നേതാവാണ്. ഈ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് ഈ അഷ്റഫ് എടനീറിന്റെ മുന്നിൽ വെച്ചാണ്. അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ മൈക്ക് അദ്ദേഹത്തിലേക്ക് നീട്ടി, അഷ്റഫ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അഷ്റഫ് എടനീർ അതിനൊന്ന് ശരിയാക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അഷ്റഫിനും പറയേണ്ടി വന്നു, ഇത് ശരിയല്ല, ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെ അഷ്റഫ് എടനീറും പറയുന്ന വീഡിയോ കൂടി കാണാം. അഷ്റഫ് സർ, ആ ഉപ്പാൻ്റെ വേദന വല്ലാത്തൊരു വേദനയായിരുന്നു. അതിനേക്കാളും വേദനയാണ് 2000 രൂപ കൊടുക്കേണ്ടി വന്നു. ഒരു സർക്കാർ ആശുപത്രിയിൽ അനസ്തേഷ്യക്ക് വേണ്ടിയിട്ട് 3 മാസം കാത്തിരിക്കേണ്ടി വന്നു. 2000 രൂപ കൊടുക്കേണ്ടി വന്നു. ഉപ്പയ്ക്ക് കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല, സത്യസന്ധമായ കാര്യമാണ്. എന്ത് പറയുന്നു? അല്ല, ഞാൻ അത്തരം കാര്യങ്ങൾ അല്ല, നിങ്ങൾ പൊതുപ്രവർത്തകനായതുകൊണ്ടാണ് ചോദിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ ഈ നാടിൻ്റെ സേവകനായിട്ട് ഒരുപാട് വർഷക്കാലം ഈ ആശുപത്രിയും പരിസര പ്രദേശങ്ങളും കാത്തു സംരക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു സാധാരണക്കാരിൽ നിന്നും ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് ഇത്തരം ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞതാണ്. ഡോക്ടർ പിന്നെ 2000 രൂപ വാങ്ങിയെന്നുള്ളത് ഇപ്പൊ എല്ലാവരും മുമ്പൊന്നും പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇപ്പം ഈ അടുത്തൊന്നും നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. നേരത്തെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ വിവാദമായ സംഭവങ്ങളൊക്കെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല നിലയിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആശുപത്രി ഉപ്പ അത് പറഞ്ഞിട്ടുണ്ട്. അത് ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട ആശുപത്രി ഉദ്യോഗസ്ഥരോ അധികാരികളോ ഒക്കെ
അക്കാര്യത്തിൽ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയൊന്നും ഒരു കാലത്തും ഞങ്ങളാരും എടുക്കില്ല. ഓക്കെ, നോക്കുക, സർക്കാർ ആരോഗ്യ സേവനങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായാണ് നൽകുന്നത്. നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി നിങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കേണ്ടത് ഈ ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്. അതിനായി ഭീമമായ ശമ്പളം ഇവർക്കെല്ലാം നൽകുന്നുണ്ട് സർക്കാർ. അതിന് പുറമെ ഓരോ സാധാരണക്കാരനും എന്തെങ്കിലും സർജറിയോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ 2000, 3000, 5000 രൂപയൊക്കെ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിന്തിക്കുക. നമ്മൾ ഉത്തർപ്രദേശിലെയും UP-യിലെയും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം നാട്ടിൽ ഉളുപ്പില്ലാത്ത കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർമാർക്കെതിരെ വായ തുറക്കാൻ നമുക്കാർക്കും സാധിക്കുന്നുണ്ടോ? ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പോരാട്ടം നടത്തിയ വ്യക്തി എന്ന നിലയിൽ തന്നെയാണ് ആ ചോദ്യം ആ സമയത്ത് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇവിടുത്തെ ചരിത്രം അറിയുന്നത് കൊണ്ടാണ്, ഈ ആശുപത്രിയും ഇവിടുത്തെ ഡോക്ടർമാരുടെയും ചരിത്രം അറിയുന്നത് കൊണ്ടാണ് എനിക്ക് ചോദിക്കേണ്ടി വന്നത്. എന്നാൽ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത, തങ്ങളുടെ അവകാശം എന്താണെന്ന് തിരിച്ചറിയാത്ത ചില ആളുകൾ അന്നേ പറയുന്ന ഒരു കാര്യമാണ്, 10,000, 50,000 ഒക്കെ നൽകി ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ 2,000, 5,000 രൂപ ഈ ഡോക്ടർക്ക് നൽകി ആ ചികിത്സ ലഭ്യമാക്കുന്നത്. ഇങ്ങനെയുള്ള ഇത്രയും വിവേകം മാത്രമുള്ള പ്രതികരണമുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം ഡോക്ടർമാർ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ പാവങ്ങളായ ആളുകളുടെ കയ്യിൽ നിന്നും 2,000, 3,000, 5,000, 10,000 രൂപയൊക്കെ കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർമാരൊന്നും ശരിയായ രീതിയിൽ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു പോകത്തില്ല. അവരതിൻ്റെതായ കേടുപാടുകളൊക്കെ അനുഭവിച്ചിട്ടേ കടന്നു പോകുകയുള്ളൂ. കാരണം അത്രയും ശാപം ഇവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും സന്തോഷപൂർവ്വമാണ് നിങ്ങൾക്ക് 2,000, 5,000 ഒക്കെ തരുന്നത്? അവർ ഈ സർക്കാർ ആശുപത്രിയെ സമീപിക്കുന്ന എന്തിനാണ്? അവരുടെ ദാരിദ്ര്യം കാരണമാണ്. അവിടെ ഞങ്ങൾക്ക് മികച്ച ചികിത്സ ലഭിക്കുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ്, പണം നൽകേണ്ടി വരില്ല എന്നുള്ള ഒരു ആശ്വാസം കൊണ്ടാണ്. അവിടെയാണ് നിങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ നേർപകുതിയും നിങ്ങൾ അടിച്ചു മാറ്റുന്നത്. വല്ലാത്തൊരു സങ്കടം. മുഹമ്മദ് ഇയാസിൻ്റെ മരണം വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ്. ആ കുട്ടി ചിരിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് പോയത്. പക്ഷേ വന്നത് ജീവനില്ലാത്ത ശരീരം എന്നൊക്കെ ആ കാഴ്ച, ആ മയ്യത്ത് കൊണ്ടുവരുന്ന കാഴ്ച ഞാൻ കാണുകയുണ്ടായി. വല്ലാത്ത സങ്കടപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. ഡോക്ടർമാർ ഈ മരണവിവരം മരിച്ചതിന് ശേഷമാണ്, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഉണ്ടായപ്പോൾ അറിയിച്ചിട്ടില്ല എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. മരണപ്പെട്ടതിന് ശേഷമാണ് ഇവരെ അറിയിക്കുന്നത്. അതായത് ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞു, തുന്നിക്കെട്ടുന്നതിനിടയിൽ കുട്ടിയുടെ പൾസ് താഴുകയും ശ്വാസം കിട്ടാതെ വരികയും ചെയ്തു. തുടർന്ന് മരണത്തിന് കീഴടങ്ങി എന്നാണ് ഡോക്ടർമാർ കുടുംബാംഗങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി പറയണോ, ആർക്കാണ് പരാതി നൽകേണ്ടത്, അല്ല പരാതി പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ വീണ്ടും പോസ്റ്റ്മോർട്ടം എന്ന പേരിൽ വെട്ടിക്കീറുമോ, ഇതൊക്കെയാണ് ആ പാവങ്ങളുടെ ചിന്ത. ആ ഇയാസ് എന്ന 9 വയസ്സുകാരൻ്റെ ശരീരം വെട്ടിക്കീറുന്നത് സഹിക്കാൻ പറ്റാത്ത നിൽക്കുന്ന ഉമ്മയും ഉപ്പയും കുടുംബക്കാരൊക്കെ അവിടെ ഇങ്ങനെയുണ്ട്. ഒരു പൊക്കിളിന് ചുറ്റും ചെറിയ വെള്ളം ഇങ്ങനെ തുടിപ്പ് കാണുന്നതായിട്ട് കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് ജീവനില്ലാത്ത രീതിയിൽ തിരിച്ചു പോകുന്നത്. കൈക്കൂലിയും തന്നില്ലേ, നന്നായി ഒന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നില്ലേ? തീർച്ചയായും ഇവർക്ക് പരാതി ഉണ്ടെങ്കിലും പരാതി ഇല്ലെങ്കിലും ഇത് അന്വേഷണ വിധേയമാകും. കാരണം അത് പ്രൊസീജിയറാണ്. അതിന് തർക്കം പിടിച്ചിട്ടോ അല്ലെങ്കിൽ പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. പാവങ്ങളാണ്, ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ല. നമ്മുടെ നാട്ടിലെ ആരോഗ്യ സംവിധാനത്തെ ഒന്ന് ഉടച്ചു വാർക്കേണ്ടതുണ്ട്. ഈ കൈക്കൂലി ഭ്രാന്തന്മാർക്ക് കൃത്യമായ ചികിത്സ സർക്കാർ നൽകിയേ മതി. എത്ര തവണയായി പരാതി ഉന്നയിക്കുന്നത്? തെളിവെടുക്കം, ഫോട്ടോ, വീഡിയോ തെളിവെടുക്കം ഞങ്ങൾ നൽകിയതല്ലേ? കൈക്കൂലി വാങ്ങിച്ച് ഡ്രവറിലിടുന്ന വീഡിയോ ഞങ്ങൾ നൽകിയതല്ലേ? അവിടെ ഇപ്പോഴും ഞങ്ങളുടെ സിസ്റ്റത്തിലൊക്കെ കിടക്കുകയാണ്. ഇനി ഒരു അവസരം വരികയാണെങ്കിൽ അത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാം. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഇങ്ങനെ കഴിക്കുന്ന ചിന്തിക്കുന്നത്, എത്ര നിങ്ങൾ ഈ പാവങ്ങളുടെ ഈ വിയർപ്പ് നിങ്ങൾ കഴിച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് ദഹിക്കുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ചാൽ മതി. 500, 600 രൂപക്കും ജോലി ചെയ്യുന്ന പാവങ്ങളാണ് പലരും. അവർ ഈ 2,000 രൂപ സ്വരൂപിക്കാൻ 100 പേരുടെ കാലും കൈയും പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ 5 or 6 ദിവസത്തെ അധ്വാനം അവർക്ക് വേണ്ടി വരും. ഈ 2,000, 3,000, 5,000 ഒക്കെ ആണെങ്കിൽ പെട്ടു. ദയവായി നന്നാവുക. നിങ്ങൾക്ക് ഇവർ നന്നാവണമെങ്കിൽ ഈ സമൂഹം നന്നാവണം. ചിന്താഗതികൾ മാറണം. നന്ദി, നമസ്കാരം.